അവർക്കെല്ലാം അവരുടേതായ പ്രത്യേകം വകുപ്പുകളും വിഭാഗങ്ങളുമുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പുരോഹിതനായി അവർ കാണുന്നത് റബ്ബാനി എന്ന് പറഞ്ഞ ആളെയാണ്. റബ്ബാനി എന്ന് പറയുന്ന ആൾ, റബ്ബാനി എന്ന പദവി അവരുടെ ഏറ്റവും പരമോന്നതമായ പദവിയാണ്. ആ പദവിയിലേക്ക് ഒരാൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് മഹാനായ യഹ്യ അലൈഹിസ്സലാമാണ്. മാത്രമല്ല, റബ്ബാനി എന്ന പദവിയിൽ ഒരു കാലത്ത്, ഒരു യുഗത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് അവർ പറയുന്നത്. ഇതാണ് പുരോഹിതന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസം. മൂന്നാമത്തേത് അവരുടെ ഇലാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. അവർ അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസികളാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംവിധായകനുമായ ഒരു ഇലാഹുണ്ട് എന്നവർ ശക്തമായി വിശ്വസിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത ലോകത്തിലെ മുഴുവൻ സൃഷ്ടികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ശക്തിയായ ഒരു ദൈവമാണ് ഈ ദൈവം എന്ന് തന്നെയാണ് സാബിയൻ മതക്കാരുടെ വിശ്വാസം. പക്ഷേ ഈ ദൈവവിശ്വാസത്തിന് പുറമെ അവർ ചില പ്രത്യേക വ്യക്തികൾക്ക് പൗരോഹിത്യം കൽപ്പിക്കുകയും ആ പുരോഹിതന്മാരാണ് എന്ന കാരണത്താൽ തന്നെ ആദരിച്ച് അവരെ ആരാധിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് സമൂഹം എത്തിച്ചേർന്നുകയും ചെയ്തു. അവര് ഇലാഹുകളാണ് എന്നവർ പറയുന്നില്ല, മാലാഖമാരാണ് എന്നും അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവര് വളരെയേറെ ഉന്നതമായ സ്ഥാനത്തുള്ളവരാണ്. സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവര് ഇത്തരം ആൾക്കാരെ കൂടെ കാലക്രമത്തിൽ അവർ ദൈവങ്ങളായി കണ്ടു തുടങ്ങി എന്നതാണ് ഈ മതവിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത. എന്നാൽ അതിനോടൊപ്പം അവർ വിശ്വസിക്കുന്ന ഒരു വിചിത്രമായ വിശ്വാസം, നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാലാഖമാരുടെ വീടുകളാണ്, മലക്കുകളുടെ വീടുകളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ വീടുകളെ അവർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെ പിൽക്കാലത്ത് വന്ന് നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന സ്വഭാവം അവർക്കുണ്ടായി. അടിസ്ഥാനപരമായി അവർ ഇതിനെ ബഹുമാനിക്കാൻ തുടങ്ങിയത് അവ മലക്കുകളുടെ ഭവനങ്ങളാണ് എന്ന വിശ്വാസമുണ്ടായതുകൊണ്ടാണ്. അടുത്തതായി അവരെ സംബന്ധിച്ച് അവരുടെ ആരാധനാ കർമ്മങ്ങൾ, അവർക്ക് നമസ്കാരമുണ്ട്. നമസ്കാരം എന്നത് അവർക്കും നിർബന്ധമാക്കപ്പെട്ട ഒന്നായിരുന്നു. അവരുടെ നമസ്കാരങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. 3 നിസ്കാരങ്ങളാണ് അവർക്കുള്ളത്. ഒന്ന് ഉദയത്തിന്റെ തൊട്ടു മുമ്പ്, രണ്ടാമത്തേത് നട്ടുച്ച സന്ദർഭത്തിൽ, മൂന്നാമത്തേത് അസ്തമാനത്തിന്റെ തൊട്ടു മുമ്പായി. ഇത് എന്നാൽ ഒരു ജമാഅത്തായി നിർവഹിച്ചു കൊള്ളണം എന്നവരുടെ മതം നിർബന്ധിക്കുന്നില്ല. അവരുടെ പ്രത്യേക ആരാധനാ ദിവസങ്ങളിലും പ്രത്യേക ആഘോഷ ദിവസങ്ങളിലും ഇത് സംഘടിതമായി നിർവഹിക്കണം എന്ന് മതം അനുശാസിക്കുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഓരോരുത്തർക്കും അങ്ങനെ സ്വന്തമായി ചെയ്യാവുന്നതാണ്. ആ നിസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് നിസ്കാരം. അതിൽ റുകൂഉമുണ്ട്, കാലിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്, മാത്രമല്ല ഭൂമിയിൽ ഇരിക്കുന്നുമുണ്ട്. അത്തഹിയ്യാത്ത് അല്ലെങ്കിൽ ജുലൂസ് പോലുള്ളതെല്ലാം അതിലുണ്ട്. പക്ഷേ വളരെ വിചിത്രമായൊരു സംഭവം, അതിലൊരിക്കലും സുജൂദില്ല എന്നതാണ്. സുജൂദ് എന്ന ഏർപ്പാട് അവരുടെ നിസ്കാരത്തിലില്ല. അത് ഏകദേശം വളരെ നീണ്ട ഒരു പ്രാർത്ഥനയാണ്. അവരുടെ ഈ നിസ്കാരം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറോ 1.25 മണിക്കൂറോ ദൈർഘ്യം അതിനുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ നിസ്കാരം അവർ നിസ്കരിക്കുന്നത് ധ്രുവ നക്ഷത്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. ധ്രുവ നക്ഷത്രത്തിന് അവരുടെ ഏറ്റവും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ്. അതാണ് അവരുടെ ഖിബില എന്നുവരെ നമുക്ക് അനുമാനിക്കാൻ കഴിയും, താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാകുമ്പോൾ. നിസ്കരിക്കുന്ന ആൾ തീർച്ചയായും ധ്രുവ നക്ഷത്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. അവരുടെ ആരാധനാലയങ്ങളുണ്ട്. ആ ആരാധനാലയങ്ങൾക്കെല്ലാം ഒരൊറ്റ വാതിൽ മാത്രമേ ഉണ്ടാകൂ. ആ വാതിലിലൂടെ മാത്രമേ ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അത് ധ്രുവ നക്ഷത്രത്തിന്റെ നേർക്കായിരിക്കും ആ വാതിലുണ്ടായിരിക്കുക. അതായത് പള്ളിയിലേക്ക് കടക്കുന്ന, അവരുടെ ആരാധനാലയത്തിലേക്ക് കടക്കുന്ന എല്ലാവരും ധ്രുവ നക്ഷത്രത്തിലേക്ക് തന്നെ കടന്നുകൊണ്ടായിരിക്കും അങ്ങോട്ട് പ്രവേശിക്കുന്നത് തന്നെ. പിന്നെ അവരുടെ നോമ്പിനെ സംബന്ധിച്ച് ഇന്നത്തെ സാബിയൻ മതക്കാർ നോമ്പ് നോൽക്കുക എന്നത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ദൈവ നിശ്ചയത്തിനെതിരാണ്, ദൈവഹിതത്തിനെതിരാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും
അവരുടെ ഇടയിൽ ഒരു പ്രത്യേക നോമ്പുകാലമുണ്ട്. അത് 36 ദിവസമാണ്. 36 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അവരുടെ വ്രതകാലത്ത് അവർ അനുവദനീയമായ ചില ഭക്ഷണങ്ങളൊന്നും ഭക്ഷിക്കാൻ പാടില്ല എന്ന് മാത്രം വിശ്വസിക്കുന്ന ക്രൈസ്തവരെ പോലെ ജൂതന്മാരെ പോലുള്ള നാമമാത്രമായ ചില നോമ്പാണ് അവർക്കുള്ളത്. അടുത്തത് അവരുടെ ശുദ്ധിയെ സംബന്ധിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അവരിലേക്ക് അയക്കപ്പെട്ട പുണ്യപുരുഷൻ യഹ്യാ നബി അലൈഹി സ്വലാം ആണെന്നാണ് അവർ പറയുന്നത്. യഹ്യാ നബിയെയാണ് അവര് അതുകൊണ്ട് തന്നെ മാതൃകാ പുരുഷനാക്കി വെച്ചിരിക്കുന്നത്. യഹ്യാ നബി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സ്നാപകൻ എന്ന അർത്ഥത്തിലാണ്, ബാപ്റ്റിസ്റ്റ് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് സ്നാനം ചെയ്യിക്കുക എന്നത്. സ്നാനം ചെയ്യുക എന്നത് അവരിൽ ആണ് പെണ്ണ് എന്നീ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമാണ്. മാത്രമല്ല, സ്നാനം ചെയ്യുന്നത് ഹയ്യായ വെള്ളത്തിലായിരിക്കണം. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒലിക്കാത്ത വെള്ളത്തിലോ ഒന്നും ആകുന്നത് ഉത്തമമല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ അത്തരം വെള്ളത്തിലും സ്നാനം ചെയ്യിക്കാം എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനും സ്നാനം ചെയ്യിക്കേണ്ടത് അനിവാര്യമാണ്. അത് 3 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നവർ പറയുന്നു. മാത്രമല്ല, ഇങ്ങനെ മുങ്ങിയതിനു ശേഷം അവരുടെ വുളു എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തഹാറത്ത് അവർക്കുണ്ട്. ഈ സ്നാനം ചെയ്തതിന് ശേഷം പിന്നെ നിസ്കാരത്തിന് വേണ്ടി മാത്രമുള്ള ചെറിയ ഒരു തരം സ്നാനവും അവർക്കുണ്ട്. അതിന്റെ രൂപം എന്താണ് എന്ന് നമുക്ക് അത്ര തന്നെ അറിവായിട്ടില്ല. മാത്രമല്ല, നമ്മെ പോലെ തന്നെ മൂത്രിക്കുക, കാഷ്ടിക്കുക, അതുപോലെ തന്നെ തുടങ്ങിയ കാര്യങ്ങളാലൊക്കെ അവരുടെ ഈ വുളു മുറിയും എന്ന് തന്നെയാണ് അവരുടെയും വിശ്വാസം. അതോടൊപ്പം തന്നെ ഋതുമതികളോ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളോ ആയ സ്ത്രീകളെ തൊട്ടാലും അവരുടെ വുളു മുറിയും. അവർ വീണ്ടും സ്നാനം ചെയ്തു മാത്രമേ വീണ്ടും ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഈ സ്നാനം ചെയ്യിക്കുക എന്നത് തീർച്ചയായും മതപുരോഹിതന്റെ കീഴിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ മതങ്ങളൊക്കെ അങ്ങനെയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഒരാൾക്ക് അയാളുടെ പാപത്തിൽ നിന്ന് ഒഴിവാവാൻ ഒരുപാട് മാർഗങ്ങൾ അവർ പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ അവരുടെ അടിസ്ഥാന പ്രമാണം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തു പാപം ചെയ്താലും അത് പുറത്തു തരുന്ന സ്നേഹമാണ് എന്നാണ്. പക്ഷെ ഈ സ്നേഹത്തിന് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ഒരു കാരുണ്യത്തിന് ഒരു കണ്ടീഷൻ ഉണ്ടെന്നാൽ അത് തീർച്ചയായും അവർ കുമ്പസാരിച്ചിരിക്കണം. കുമ്പസാരിക്കേണ്ടത് ഒരാൾക്ക് തന്റെ വീട്ടിലിരുന്നു കൊണ്ട് കുമ്പസാരിക്കാൻ കഴിയില്ല. കുമ്പസാരക്കൂട്ടിൽ ചെന്നുകൊണ്ട് തന്നെയായിരിക്കണം കുമ്പസാരിക്കേണ്ടത്. പള്ളിയിലെ കുമ്പസാരക്കൂട്ടിൽ വരാൻ കഴിയാത്ത ഒരാൾക്ക് പുരോഹിതന് അവിടെ ചെന്നുകൊണ്ട് കുമ്പസാരിപ്പിക്കാവുന്നതാണ്. പക്ഷേ അതൊക്കെ തന്നെയും പുരോഹിതന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നത് നിർബന്ധമാണ്. ഇസ്ലാമിനെ പോലെയല്ല. ഇസ്ലാം പൗരോഹിത്യത്തിന്റെ മതമല്ലെന്ന് നാം പറഞ്ഞു. ഒരു മുസ്ലിമിന് മതപുരുഷന്റെ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതന്റെ നേതൃത്വത്തിൽ അല്ലാതെ വുളു എടുക്കാം, കുളിക്കാം, നിസ്കരിക്കാം, ഒരു ഇമാമില്ലാതെ നിസ്കരിക്കാം. അതെല്ലാം ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഒരു പുരോഹിതന്റെ സാന്നിധ്യമില്ലാതെ കുമ്പസാരിക്കാൻ ക്രൈസ്തവ മതം ഒരിക്കലും അനുവദിക്കില്ല എന്നത് ആ മതത്തിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതയാണ്. എന്നപോലെ തന്നെയാണ് സാബിയൻ മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നാനം ചെയ്യിക്കണമെങ്കിൽ തീർച്ചയായും അത് മതപുരുഷന്റെ കീഴിൽ തന്നെയായിരിക്കണമെന്നാണ്. പ്രത്യേക ജീവിത ഘട്ടങ്ങളിലൊക്കെ തന്നെയും സ്നാനം ചെയ്യിക്കണമെന്നത് നിർബന്ധമാണ്. ക്രിസ്ത്യാനികളെ പോലെ അവരുടെ മതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരൊറ്റ പ്രാവശ്യം മാമോദിസ മുക്കിയാൽ മാത്രം പോരാ. മറിച്ച് ഈ സ്നാനം ചെയ്യിക്കൽ എന്ന് പറഞ്ഞത് ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളായ പ്രസവം, വിവാഹം തുടങ്ങിയ സന്ദർഭങ്ങളിലും അവരുടെ പ്രത്യേക ആഘോഷ സന്ദർഭങ്ങളിലുമെല്ലാം വളരെ നിർബന്ധമാണ്. ഒന്നാമത്തേത് പ്രസവം. പ്രസവിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ കുട്ടിയെ സ്നാനം ചെയ്യിച്ചിരിക്കണമെന്നത് നിർബന്ധമാണ്. അല്ലാതെ വന്നാൽ ആ കുട്ടി മ്ലേച്ഛമാണ്, അഴുക്കാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ മുട്ടോളം വെള്ളത്തിൽ മുക്കുകയും, മുട്ടോളം വെള്ളത്തിൽ മുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്നാനങ്ങളും അത് തീർച്ചയായും ഈ ഖുതുബ് ശമാലിയിലേക്ക്, അതായത് ധ്രുവ നക്ഷത്രത്തെ തിരിഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ നാം പറഞ്ഞു സാബിയൻ മതക്കാരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ധ്രുവ നക്ഷത്രത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
അപ്പോ അങ്ങനെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് ചെയ്യിച്ചു കഴിഞ്ഞാൽ, സ്നാനം ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അതിനുള്ള ഒരു അടയാളം എന്ന അർത്ഥത്തിൽ ആ കുട്ടിയുടെ കയ്യിൽ ഒരു പച്ച മോതിരം സ്നാനം ചെയ്യിച്ച മതപുരോഹിതൻ അണിയിക്കും. അതോടുകൂടെ ആ കുട്ടി അവരുടെ മതത്തിലെ ഒരു അംഗമായി തീരുന്നു, വിശുദ്ധനായ ഒരു കുട്ടിയായി തീരുന്നു. രണ്ടാമത്തത് ഇമാദു സിവാജ് എന്ന് പറയുന്നതാണ്. ഇമാദു സിവാജ്, വിവാഹത്തിന് വേണ്ടിയുള്ള സ്നാനം. ഇത് ഞായറാഴ്ച ദിവസത്തിലേ നടത്താൻ പാടുള്ളൂ എന്നാണ് വിവാഹത്തിന് വേണ്ടിയുള്ള സ്നാനം. മാത്രമല്ല തെർമീദ, കൻസബ്ര തുടങ്ങിയ വലിയ വലിയ പുരോഹിത വിഭാഗങ്ങളിലെ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് മാത്രമേ, അവരുടെ അനുവാദത്തോടെ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് 3 പ്രാവശ്യമാണ്. ഫലസ്ത എന്ന കിതാബ്, അവരുടെ ഫലസ്ത എന്ന കിതാബിൽ നിന്നുള്ള ഏതാനും മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വസ്ത്രത്തിൽ നിർത്തി വധുവിനെയും വരനെയും 3 പ്രാവശ്യം ഈ ഖുതുബ് ശമാലിയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, ധ്രുവ നക്ഷത്രത്തിലേക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് മുക്കുന്ന ഒരു ഏർപ്പാടിനെയാണ്, ഒരു കർമ്മത്തെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇമാദുൽ ജമാ എന്ന് പറയുന്നുണ്ട്. ഇമാദുൽ ജമാ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊരു പ്രധാനപ്പെട്ട ആഘോഷമുണ്ട്. അത് ബഞ്ച എന്നാണ് അതിന്റെ പേര്. ഈ വാക്കുകളെല്ലാം അവരുടെ ഭാഷയിലുള്ള വാക്കുകളാണ്, അറബി വാക്കുകളല്ല. ബഞ്ച എന്ന ഈ അവരുടെ ആഘോഷം, ആ ആഘോഷം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ഈ ആഘോഷ ദിവസത്തിൽ ഇമാദുൽ ജമാ എന്ന് പറഞ്ഞ ഒരു സമൂഹ സ്നാനം ചെയ്യിക്കലുണ്ട്. അന്ന് സമൂഹത്തിലെ എല്ലാവരും സ്നാനം ചെയ്തിരിക്കണം. അങ്ങനെ ഓരോ കൊല്ലത്തിലും ആഘോഷ ദിവസത്തിൽ അങ്ങനെ ചെയ്തിരിക്കണം. അപ്പോഴേ അവര് ഓരോ കൊല്ലത്തിലും അവരുടെ വിശുദ്ധി പുതുക്കിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ആഘോഷം ബഞ്ച എന്നതാണ്. അന്നേ ദിവസം അത് 5 ദിവസമാണ്. ആ 5 ദിവസത്തിലാണ് അവരുടെ ആഘോഷം നടക്കുന്നത്. അന്ന് അവര് ഓരോരുത്തരും, ഓരോ അംഗങ്ങളും സ്നാനം ചെയ്യിച്ചിരിക്കണമെന്ന്. മാത്രമല്ല പിന്നെ സംസ്കരണ ചടങ്ങുകളും അതുപോലെ തന്നെ ഒരു രോഗിയായ ഒരാൾ, മരണമാസന്നമായ ഒരാളോട് ചെയ്യേണ്ട അവരുടെ വിചിത്രമായ ആചാരങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ജീവിക്കുന്ന മതങ്ങളിൽ ഏറ്റവും വിചിത്രമായൊരു മതസമൂഹമാണ് സാബിയൻ മതക്കാർ. സാബിയൻ മതക്കാർക്ക് സ്വന്തമായി വെബ്സൈറ്റ് വരെയുണ്ട്. ഇറാഖിലെ രാഷ്ട്രീയ സംഭവങ്ങളിൽ വലിയ വലിയ പങ്കാളിത്തം വഹിക്കുന്ന ആൾക്കാരെല്ലാം അവരിലുണ്ട്. പക്ഷേ ഒരു വളരെ കൗതുകരമായൊരു കാര്യം, അവരുടെ മതപരമായ കാര്യങ്ങൾ തീർത്തും വലിയൊരു ചട്ടക്കൂടിന്റെ ഉള്ളിലാണ്. അത് ഭേദിക്കാനും ഉള്ളിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്തും രഹസ്യവും അവരുടെ ഇടയിൽ മാത്രവുമുള്ളതായിരിക്കും. അത് പരസ്യപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും ലോകത്തെ ഒരു ജനസമൂഹം എന്ന അർത്ഥത്തിൽ സ്വാഭാവികമായും ലോകത്തിന് അവർ കൈമാറിയിരിക്കേണ്ട, അല്ലെങ്കിൽ ലോകം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഡാറ്റകളിലൂടെയാണ് നാം ഇത്രയും കാര്യങ്ങളെങ്കിലും അവരെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കാലം ഇത്ര തന്നെ പുരോഗതിപ്പെട്ടില്ലാത്ത കാലത്ത് അവരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നവരിൽ നിന്നോ അവരിൽ തന്നെ ഉണ്ടായ പല അവാന്തര വിഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സമാന്തര വിഭാഗങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് ചോർന്ന് കിട്ടിയ ചില വിവരങ്ങളിൽ നിന്നാണ് ഇത്തരം വിവരങ്ങളെല്ലാം അവരിൽ നിന്ന് ലഭിച്ചത്. അല്ലാതെ നമ്മുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ മതത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ട് എങ്കിൽ ആ രഹസ്യം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നമ്മുടെ മതത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഏതൊരു മതക്കാരനും ഇസ്ലാമിന്റെ ഏത് അധ്യായവും അനായാസം പഠിക്കാൻ ഏതു കാലത്തും കഴിയുന്ന അത്രമാത്രം കയ്യെത്താവുന്ന ദൂരത്താണ്. കാരണം നമുക്ക് രഹസ്യങ്ങളില്ല, നമുക്ക് രഹസ്യമാക്കി വെക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം തീർത്തും വ്യത്യസ്തമാണ്, തീർത്തും വിചിത്രമാണ്. അതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ പുരോഗതിപ്പെട്ട ഈ കാലത്തും നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് ആരെങ്കിലും ചോദിച്ചാലോ എന്ന ഭയം അവർ വേട്ടയാടുന്നുണ്ട്. മാത്രമല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തീർത്തും പുരോഹിതന്റെ കയ്യിലാണ്, മതപുരുഷന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ പുരോഹിത വർഗത്തിന് ആ വർഗമായി അന്തസ്സോടെയും ആഭിജാത്യത്തോടെയും നിലനിൽക്കണമെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കണം. ക്രൈസ്തവ പാതിരിമാർ പലപ്പോഴും പറയാറുണ്ട്, അവരോട് വളരെ ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, കുഞ്ഞെ അത് ചോദിക്കാൻ പാടില്ലാത്തതാണ്, കുഞ്ഞ് അത് ദൈവനിന്ദയാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ മതങ്ങൾ മുഴുവനും ഒരു ശക്തമായ ചട്ടക്കൂടിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അനിവാര്യമാണ്. ഈ സാബിയൻ മതക്കാർ, ലോകത്തെ ഏറ്റവും പ്രാചീനമായ മതസമൂഹമായ സാബിയൻ മതക്കാർ, അവർക്കും അത്തരത്തിലുള്ള ഒരു ശക്തമായ പുറംതോടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിൽ മരണമാസന്നമായ ഒരാൾ
അയാളെ സ്നാനം ചെയ്യിച്ച് ശുദ്ധനാക്കണം എന്നതാണ് ഒന്നാമത്തെ ചടങ്ങ്. അയാൾ മരണം ആസന്നമായി കഴിഞ്ഞാൽ അയാളെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവുകയും ധ്രുവ നക്ഷത്രത്തിന് നേരെ തിരിഞ്ഞിരുത്തുകയും എന്നിട്ട് അയാളെ സ്നാനം ചെയ്യിക്കുകയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ധ്രുവ നക്ഷത്രത്തിന് നേരെയാക്കി അദ്ദേഹത്തെ ഇരുത്തുകയും ചെയ്യണമെന്നാണ് മരണത്തിന് മുമ്പുള്ള അവരുടെ ആചാരം. അതാണ്. എന്നാൽ മരണമാണല്ലോ, ചിലപ്പോ കൊണ്ടുപോകാനും വെള്ളത്തിൽ മുക്കാനൊന്നും സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരാള് ഇൻ കേസ് മരിച്ചുപോയാലോ അവർ വിട്ടുകൊടുക്കാൻ യാതൊരു തയ്യാറിലുമല്ല. അവർ പറയുന്നത് സ്നാനം ചെയ്യിക്കാതെ മരിച്ചുപോയ ഒരാൾ അയാളെ കാണാൻ പാടില്ല, അയാളെ തൊടാൻ പാടില്ല, അയാൾ നജസാണ്, മ്ലേച്ഛമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.